ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇന്ന് വ്യാഴാഴ്ച നമ്മുടെ ഗെയിമിൽ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വെർഷൻ 5.5.0. സോ ഏകദേശം 312 MB ആണ് എനിക്ക് വന്നത്. നിങ്ങൾക്ക് എത്ര MB വന്ന് ജസ്റ്റ് അതാണ് കമൻറ്റ് ചെയ്ത്, ചിലർക്കൊക്കെ 2 GB ഒക്കെ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഗെയിം തുറന്നു നോക്കി. ഇപ്പോൾ നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ഇംഗ്ലീഷ് ലീഗ് സീസൺ ബെസ്റ്റ് പറഞ്ഞ പാക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത അതിൽ ചെറുക്കി, അതുപോലെ തന്നെ മത്യൂസ്കുവിനെ, പിന്നെ റൈസിൻ്റെ ആണ്. പക്ഷേ ഇതിൽ വന്നിരിക്കുന്നത് ഡെക്ലൻ റൈസ് വന്നിട്ട് പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ. പിന്നെ വന്നിരിക്കുന്നത് ഹാലൻഡ്, പിന്നെ എക്കിറ്റിക്കാണ്. അപ്പോൾ അതെന്തായാലും പെടച്ചു. 3 കാർഡ് അത്യാവശ്യം കുഴപ്പമില്ല. ഇതിൽ ഡെക്ലൻ റൈസിന് കിട്ടുകയാണെങ്കിൽ ലാഭമാണ്. ബാക്കി 2 ഷോർട്ട് ടൈം ആയതുകൊണ്ട് ഫോം അനുസരിച്ചിരിക്കും. അപ്പോൾ എന്തായാലും ഇതിൽ വന്നിരിക്കുന്നത് ഡെക്ലൻ റൈസ് വന്നിരിക്കുന്നത് ഫിനോൽ പാസ് പ്ലസ് ലോങ് റീടാക്കിളാണ്. ബോക്സ് കാർഡാണ് നമ്മുടെ ഡെക്ലൻ റൈസിൻ്റെ വന്നിരിക്കുന്നത്. പിന്നെ ബുള്ളറ്റ് പ്ലസ് വിൽ പവർ ആയിട്ടാണ് നമ്മുടെ ഹാലൻഡ് വന്നിരിക്കുന്നത്. പക്ഷേ ടാർഗറ്റ് മാൻ ആണ്. അപ്പോൾ അത് കുറച്ച് ക്രോസ് ഇട്ട് കളിക്കുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിപ്പിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ എക്കിറ്റിക്ക വന്നിരിക്കുന്നത് ഫിനോൽ ഫിനിഷിംഗ് പ്ലസ് മൂവ്മെൻറ്റ് ട്രിബിളിംഗ് ആണ്. ആൾ വന്നിരിക്കുന്നത് ഗോൾ പോച്ചറാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാക്കാണ്. എങ്കിൽ കൂടിയും ഇതിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഴ്സണൽ ഫാനൊക്കെ ആണെങ്കിൽ ടെക്നോളജീസിന് വേണ്ടി പോവുക. പക്ഷേ അല്ലാണ്ട് ഈ നമുക്ക് അടുത്ത ആഴ്ചയൊക്കെ നല്ല നല്ല പാക്സ് വരുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് എന്തായാലും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈമിന് ഇതാണ് വന്നിരിക്കുന്നത്. സോ നമുക്കിനി കുറച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ട്രൊസാർഡിനെ തരുന്നുണ്ട് നമ്മുടെ ഈ ഫുട്ബോൾ. അതെന്തായാലും കളക്ട് ചെയ്യാം. അപ്പോൾ ലീഗ് വിന്നേഴ്സ് ആണല്ലോ ആഴ്സണൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ട്രൊസാർഡിനെയാണ് തരുന്നത്. ട്രൊസാർഡാണല്ലോ ഗോൾ അടിച്ച് മറ്റേ ക്രൂഷ്യൽ മാച്ചസിലൊക്കെ. അപ്പോൾ ട്രൊസാർഡിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ 3 ഫ്രീ ട്രൈസ് ഇന്ന് വന്ന പാക്കിൻ്റെ. ഓക്കെ, അതെന്തായാലും നമുക്ക് നോക്കാം, 3 കളക്ട് ചെയ്യാം. സോ നേരെ നമുക്ക് മിഷൻസിൽ വേറെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഡ്രോപ്പ് ബേഡ്. എന്തായാലും കഴിച്ച് നമുക്ക് ആ ഷോർട്ട് ടൈം എന്തായാലും എടുക്കാൻ പറ്റും. നിങ്ങളെല്ലാ കളികളും കളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എടുക്കാം കേട്ടോ സാധനം. ഇപ്പോൾ നൈസായിട്ട് നമുക്ക് കോൺട്രാക്റ്റ് പോകുമ്പോൾ നമുക്ക് ഇപ്രാവശ്യം മാനേജേഴ്സ് ആരും കൊണ്ടുവന്നിട്ടില്ല. കഴിച്ചിനെ വെച്ചാൽ മാനേജേഴ്സിനെ ആഡ് ചെയ്യുന്നതാണ്. പക്ഷേ ആഡ് ചെയ്തില്ല. അതിന് നെക്സ്റ്റ് വീക്കായിരിക്കും ആഡ് ചെയ്യുക. കണക്റ്റ് കഴിഞ്ഞിട്ട് ഈ ഫുട്ബോൾ കണക്റ്റ് ഉണ്ടാവുമല്ലോ. സോ അത് കഴിഞ്ഞിട്ട് അവരെന്തായാലും പുറത്ത് വിടും. അപ്പോൾ ഇന്നത്തെ ബാക്കിലത്തെ ഫ്രീ ട്രൈ എന്തായാലും ഇപ്പോൾ തന്നെ കൊടുക്കാം അല്ലേ. ഫ്രീ ട്രൈ വെറുതെ കൊടുക്കാം. സോ ലെറ്റ്സ് ഗോ. റൈറ്റിംഗ് ഫോർവേഡാ ആരറിയാം, സണ്ടർലാൻഡ് പ്ലെയറാ. അതെ, നോട്ട് എടുക്കട്ടെ, ഫോട്ടോ പോലെ. പിന്നെ ഒരു ബാക്ക് വന്നിരിക്കും മറ്റേ തുർക്കിഷ് ലീഗിൻ്റെ. ഇതിൽ നമുക്ക് മറ്റേ ഗൊണ്ടോസിയൊക്കെ ഉണ്ട് കേട്ടോ. വലിയതൊന്നുമില്ല, വെറുതെ സ്പിൻ കൊടുത്ത് ഇടാം. അപ്പോൾ അതും ലെഫ്റ്റിംഗ് ഫോർവേഡ് ഏതോരത്തിനെ കിട്ടിയിട്ടുണ്ട്. കാര്യം ഫ്രീ കിട്ടിയ ജസ്റ്റ് ആൾക്കാൻ പറ്റി. കഴിഞ്ഞ വട്ടം നമ്മൾ പിന്നെ ഫ്രീ കിട്ടിയില്ല, അതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ജെ ലീഗിൻ്റെ ഇതൊന്നും നോക്കണ്ട, വലിയ വകുപ്പില്ല. AMF ആണ്, ഏതൊരു പ്ലെയറാണ്. അപ്പോൾ അത് 3 അങ്ങനെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇപ്രാവശ്യം ഇംഗ്ലീഷ് ലീഗിൻ്റെ ഓക്കെ ബെസ്റ്റ് പ്ലേയേഴ്സിൻ്റെ വന്നിട്ടുണ്ട്. സോ സെലിബ ഉണ്ട്, സബോസ്ല ഉണ്ട്, പെഡ്രോ ഉണ്ട്, ഗിമറസ് ഉണ്ട്, നിക്കോറിലി ഉണ്ട്, ഇഗോർ തിയാഗോ, പെഡ്രോ പോറോ ഉണ്ട്, ബോവൻ. അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സാണ്. സോ എന്തായാലും നോക്കിയിട്ട് എടുക്കുക. താല്പര്യമുള്ളവർ എന്തായാലും സ്പിൻ ചെയ്തോ. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്കിൽ നമ്മുടെ 3 ലെജൻസിൻ്റെയാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളുടെ ലെവൻഡോസ്കി ഉണ്ട്, ബെർണാഡോ സിൽവ ഉണ്ട്, പിന്നെ ഡാനി കർവാൾ ഉണ്ട്. സോ അതിൻ്റെ ഒപ്പം തന്നെ വാക്കിൻസ്, പൊളീനോ, ഡൊർഗു, ഡൊലോപ്പ്, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ. സോ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് പ്ലെയർ ഓഫ് ദി വീക്ക് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് രാജ്യങ്ങളുടെ പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇത് തായ്ലൻഡിൻ്റെ ഉണ്ടോയെന്നിട്ട് പറഞ്ഞാൽ പിന്നെ മലേഷ്യ. ഇത് നമുക്ക് എന്തിനാണ് എനിക്ക് മനസ്സിലാവണില്ല, തേങ്ങയുടെ കൂടി. പിന്നെ അങ്ങനെ പാക്ക് വൈസ് അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഒബ്ജക്റ്റീവ്സും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഇതിന്നൊരു പ്ലെയർ എടുക്കാം. ഞാൻ എന്തായാലും എടുക്കുമ്പോൾ വീഡിയോ ചെയ്യാം കേട്ടോ, റിവ്യൂ എടുക്കാം. പിന്നെ നമുക്ക് ഇപ്രാവശ്യം ലീഗ് അടിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടണത് സ്ലോട്ടർ ബാക്കിനാണ്. സ്ലോട്ടർ ബാക്ക് ഒരു രക്ഷയില്ലാത്ത സെൻറ്റർ ബാക്കാണ്. അപ്പോൾ ഒരു 191 ഹൈറ്റ് വരുന്ന ഒരു സെൻറ്റർ ബാക്കാണ്. അതെ, 26 വയസ്സുള്ളൂ. അപ്പോൾ ആൾ വന്നിരിക്കുന്നത് ലോങ് റീ ടാക്കിളല്ലേ. അതെ, ലോങ് റീ ടാക്കിളായിട്ടാണ്. അപ്പോൾ അത്യാവശ്യം വെറുത്തായിട്ടുള്ള ഒരു ഷോർട്ട് ടൈം കാർഡ് തന്നെയാണ്. അപ്പോൾ പറയാനുള്ളത് എല്ലാവരും ഒന്ന് കയറുക, നല്ലൊരു കാർഡ് അത് സ്ലോട്ടർ ബാക്കിൻ്റെ. പിന്നെ നമുക്ക് നാഷണൽ ടീം ഐക്കൺ കൊണ്ട് ഒരു പാക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സോ ഐക്കൺസ് ആണ് ഇതിൽ. നമ്മുടെ ഡിബ്രോയിൻ വന്നിട്ടുണ്ട്, പിന്നെ സിമേന് വന്നിട്ടുണ്ട് ഗാനയുടെ, പിന്നെ സാക്ക വന്നിട്ടുണ്ട്, പിന്നെ മെക്ടോമിനെ, സെബൽസർ, വുഡ്, ഫോർസ്റ്ററോ ഇതാരത്, പിന്നെ റയാൻ. സോ ഇത്രയും പ്ലേയേഴ്സ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്ത പാക്കാണ്. നോമിനേറ്റിംഗ് ആണ്. പിന്നെ എന്തായാലും നിങ്ങൾ നോക്ക്. പിന്നെ അങ്ങനെ നോമിനേറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും വന്നിട്ടില്ല. ഇത് പിന്നെ എന്താ ഓക്കെ, ഇത് മുന്നേ തോന്നുന്നുണ്ട്. സോ ഇത്രയാണ് പാക്ക് വൈസ് നമുക്ക് വന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമുക്ക് നാളെ ഇനി അവൈലബിൾ ആകാൻ പോണത് നമ്മളുടെ കാസിമീറോടെ ഒരു 48 മണിക്കൂറിൻ്റെ സാധനം വരുന്നുണ്ട് കേട്ടോ. സോ 48 അവേഴ്സിൻ്റെയാണ് വരുന്നത്. ആൾ വരുന്നത് ഫോർസസ് പ്ലസ് ഫിനോൽ പാസ് ആയിട്ടാണ്. ഇപ്പോൾ കാസിമീറോ നല്ലൊരു ആങ്കർമാൻ കാർഡായിരിക്കും. ഇനി മൂപ്പര്
ആളുടെ വരുന്നതിൽ ബെസ്റ്റ് കാർഡായിരിക്കും ഇതെനിക്ക് തോന്നുന്നത്. വെച്ചാൽ അവസാനമായിട്ട് വരുന്നതിൽ ബെസ്റ്റ് കാർഡായിരിക്കും. ഞാൻ ഇന്റർ മിയാമിയിലേക്ക് പോകണം. അപ്പോൾ അവിടുത്തെ പെർഫോമൻസൊക്കെ അനുസരിച്ചായിരിക്കും ഇത് കൊണ്ടുവരിക. എന്നാലും യുണൈറ്റഡിൽ കളിക്കുമ്പോഴൊരു പ്രതാപം ആൾക്ക് ഉണ്ടാവുക അറിയില്ല. ഇനിയിപ്പോൾ ആളുടെ FP കാർഡൊക്കെ മുമ്പത്തെ റയലത്തൊക്കെ ഇറക്കി വിടണം. അപ്പോഴാണ് ഇതിലായിട്ട് ബെസ്റ്റ് ഉള്ളൂ. നിലവിൽ ഇപ്പോൾ കളിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കാർഡായിരിക്കും ആളുടെ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തായാലും നാളെ ആയിട്ട് നമുക്ക് അവൈലബിൾ ആവട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. പിന്നെ പറയാനുള്ളത് നമുക്ക് ഇതാ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പ്ലേയേഴ്സിനെ ഷോപ്പിൽ. നിങ്ങളിവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഷോപ്പിൽ ഇതാ പ്ലേയേഴ്സിനെ ആഡ് ചെയ്ത് നമ്മുടെ ഡാർവിൻ ന്യൂനസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ 50 കോയിൻ കൊടുത്ത് എടുക്കാൻ പറ്റും. സോ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് നോക്കി ഡാർവിൻ ന്യൂനസിൻ്റെ ഒരു ബുള്ള ചെഡർ കാർഡാണ് വരുന്നത്, ഗോൾഡ് പൗച്ചർ. സോ എന്തായാലും 50 കോയിനുള്ളൂ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. പിന്നെ വരേണ്ടത് നമ്മുടെ ഡേവിഡ് അലാബ. സോ അലാബ 100 കോയിൻ കൊടുത്ത് കിട്ടും. സെൻറ്റർ ബാക്കാണ്. സോ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ സെൻറ്റർ ബാക്ക് ബിൽഡപ്പ് കാർഡായിട്ട് വരുന്നത്. ആൾ ലെഫ്റ്റ് മിഡ്ഫീൽഡ്, സെൻറ്റർ ബാക്ക്, DMF CMF ഒക്കെ കളിക്കും കേട്ടോ. ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് വിങ് ഫോർവേഡ് AMF കളിക്കും, RB കളിക്കും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയൊരു എല്ലായിടത്തും കളിക്കാനൊരു പ്ലെയറാണ്. ഓക്കെ, ആൾ വന്നിരിക്കുന്നത് ലോങ് റീ ടാക്കിളായിട്ടോ. ഇപ്പോൾ 2 കാർഡ് വന്നിട്ടുണ്ട്. സോ ലാഭമാണെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലാഭം തന്നെയാണ്. എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുത്തോന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ പാക്സ്, ഇനി നമുക്ക് ആഫ്രിക്കൻ നേഷൻസിൻ്റെ പാക്ക് നമുക്ക് ഈ വരുന്ന തിങ്കളാഴ്ച അവൈലബിൾ ആവാൻ ചാൻസ് ഉണ്ട്. സോ ഒരു നമ്മുടെ മൊറോക്കോയിലാണ്. സോ മൊറോക്കോയിൽ ഇതാ പ്ലേയേഴ്സിൻ്റെ ഒക്കെ പിക്കിന് അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഹക്കീമി, ബൂനോ, ഡയസ്, കുറച്ച് പ്ലേയേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സെനഗൽ, സദിയോ മാനെ, കൗലിബലി, മെൻഡി, ജാക്സൺ, ഗുയി. സോ കുറച്ച് പ്ലേയേഴ്സിനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈജിപ്തിൻ്റെ പാക്ക്, സല, മർമൂസി, ഫൈത്തി, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ്. പിന്നെ വരേണ്ടത് ഇതാ അൾജീരിയ. സോ ഇത്രയും പ്ലേയേഴ്സിൻ്റെ പാക്ക്. ഓക്കെ, പാക്കിൻ്റെ പ്ലേയേഴ്സ് വരുന്നുണ്ട്. സോ എന്തായാലും ഈ വരുന്ന തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് വരും. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് സ്മാർട്ട് ടെസ്റ്റിന് ഫിൽറ്റർ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് തന്നെ നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങളിപ്പോൾ സ്മാർട്ട് ടെസ്റ്റ് ഓഫ് ആക്കിയിട്ടിട്ട് കളിക്കണമെങ്കിൽ ആ രണ്ടാമത്തെ ഓപ്ഷൻ ആക്കിയാൽ മതി. സോ അപ്പോൾ സ്മാർട്ട് ടെസ്റ്റ് ഓഫ് ചെയ്ത് കളിക്കണവരെ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ മറ്റേത് ഇടുകയാണെങ്കിൽ എങ്ങനത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് തരാം മുന്നത്തെ പോലെ. ഓക്കെ, പിന്നെ നിങ്ങൾ സ്മാർട്ട് ടെസ്റ്റ് ഓൺ ആക്കിയിട്ടാണെങ്കിൽ നിങ്ങൾ സ്മാർട്ട് ടെസ്റ്റ് മൈൻഡ് നോട്ട് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾ സ്മാർട്ട് ടെസ്റ്റ് ഓൺ ആക്കിയിട്ട് കളിക്കണവർ തമ്മിൽ തല്ലി ചാവുക. ഓക്കെ, അത്രേ പറയുള്ളൂ. വേറെ അങ്ങനെ പിന്നെ ഉള്ളത് മറ്റേ മാസ്റ്റർ ലീഗ് സ്പ്രിൻ്റ് ആണ്. സോ അത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു പ്ലെയർ ഉണ്ട്, മറ്റേ നേരത്തെ ഏതോ ചെങ്ങായിക്ക് ഓർമ്മയില്ല, ബ്രസീലിൻ്റെ ഏതോ പ്ലെയർ. അതുപോലെ തന്നെ മിനിൻഡ പറഞ്ഞ ഒരു പ്ലെയറാണ് നമുക്ക് ഇപ്രാവശ്യം എപ്പിക്കായിട്ട് കിട്ടുക. സോ ഫിനോൽ പാസ് പറഞ്ഞ സ്കില്ലാണ്, AMF കാർഡാണ്. പിന്നെ 50 കോയിൻ അതിൽ നിന്ന് കിട്ടും. അതാണ് മെയിനായിട്ട് പറയുള്ളൂ. അത്ര കാര്യങ്ങൾ തന്നെയുള്ളൂ ഇപ്രാവശ്യം പറയുകയാണെങ്കിൽ. വേറെ വലിയ പൊക്കടിക്കാനുള്ള സംഭവം നമ്മുടെ കൊണാമി ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടില്ല. അപ്കമിങ് വീക്കിൽ ഇനി നെയ്മറിൻ്റെ, അതുപോലെ തന്നെ സമറോട്ട, ഡിഗോ കോസ്റ്റ, പിന്നെ ഒരു പ്ലെയർ കൂടി ഉണ്ട്. സോ നമ്മുടെ ഫെർഡിനാൻഡ്. സോ ഇത്തരം പ്ലേയേഴ്സിൻ്റെ കാർഡ്സിൻ്റെ ഒരു ഡാറ്റാബേസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ പിന്നെ മാനേജറിൻ്റെ ഡാറ്റാബേസിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആഴ്ച ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അടുത്ത ആഴ്ച എല്ലാം കൂടി അവന്മാരെ ഇറക്കി വിടുന്നതാണ് പ്രതീക്ഷ. എന്തായാലും വേൾഡ് കപ്പാണ് വരുന്നത്, വേൾഡ് കപ്പ് ഇവൻ്റാണ് വരാൻ പോകുന്നത്. കൊണാമി തകർക്കും തന്നെ പ്രതീക്ഷിക്കുക. അപ്പോൾ പ്രതീക്ഷകളോടെ വീണ്ടും ഒരു വ്യാഴാഴ്ച മുഞ്ചിരിക്കുകയാണ്. ഇനി അടുത്ത വ്യാഴാഴ്ച വരെ കാത്തിരിക്കുകയാണ് നമ്മുടെ കൊണാമി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല. സോ ഗൈസ്, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ലൈക്ക് ചെയ്യുക, ചാനൽ സബിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.